നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇനി കാൽപന്തോളം. ഫിഫ ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ആരാധകർ ഒരുങ്ങി. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ. പ്രായവും വരുമാനവും ബാധകമല്ല. ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര സൗജന്യം. കടുത്ത അമർഷത്തിൽ സ്വകാര്യ ബസ് ഉടമകൾ. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പനിബാധിതരുള്ളത് തൃശൂർ, മലപ്പുറം ജില്ലകളിൽ. കേരള വിഷൻ കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ മുന്നറിയിപ്പില്ലാതെ മുറിച്ചു നീക്കി. തൃശൂർ കുറുപ്പം റോഡിലെ കേബിളുകളാണ് മുറിച്ചു നീക്കിയത്. വടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിൽ. തൃശൂർ കോർപ്പറേഷന്റെ ഒളരിക്കരയിലെ അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിനും സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിനും വീണ്ടും തകർച്ചാ ഭീഷണി. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. വാർത്തകൾ വിശദമായി. ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യമരുളുന്ന ഇത്തവണത്തെ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ജൂലൈ 19 ഫൈനൽ. നാടും നഗരവും കാൽപന്താവേശത്തിൽ. ജില്ലയിൽ ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ആരാധകർ പൂർത്തിയാക്കി കഴിഞ്ഞു. കൂറ്റൻ ഫ്ലക്സുകളും ബോർഡുകളും താരങ്ങളുടെ കട്ടൗട്ടുകളുമാണ് ആദ്യം ലോകകപ്പിന്റെ വരവറിയിച്ചത്. പിന്നെ ഇഷ്ട ടീമുകളുടെ കൊടിതോരണങ്ങൾ നിറഞ്ഞു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കാണ് ആരാധകരേറെ. ടീം ജേഴ്സികളെല്ലാം ചൂടപ്പം പോലെ വിറ്റുപോയി. ആവേശത്തിന് വിസിൽ മുഴക്കി അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ തമ്മിലുള്ള മത്സരങ്ങളും ലോകകപ്പ് മാതൃകയിലുള്ള ചെറു ലീഗുകളുമെല്ലാം അരങ്ങേറി. നൂറുകണക്കിന് ആളുകൾക്ക് ഒന്നിച്ച് കളി കാണാനുള്ള ബിഗ് സ്ക്രീനുകൾ പലയിടങ്ങളിലും തയ്യാറായി കഴിഞ്ഞു. കളി തുടങ്ങുന്നതോടെ വാദ്യമേളങ്ങളുമായി പാതിരാവിലും പ്രകമ്പനം കൊള്ളും ഈ താൽക്കാലിക ഗാലറികൾ. ചിലയിടങ്ങളിൽ കളി കാണാൻ എത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന ക്ലബ്ബുകളുമുണ്ട്. വാതുവയ്പ്പുകാർക്കും കുറവില്ല. അവസാന നിമിഷം റോഡ് ഷോകളും ഘോഷയാത്രകളുമായി കളം നിറയുകയാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോളിനായി ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് കുട്ടിക്കൂട്ടങ്ങൾ. താരങ്ങളുടെ കേളി ശൈലിയെക്കുറിച്ചൊക്കെ നന്നായി തന്നെ അറിയാവുന്ന ഇവർ ഇഷ്ട ടീമുകളുടെ കളികൾ രാത്രി എത്ര വൈകിയാലും കാണുമെന്ന ഉറച്ച വാശിയിലാണ്. തീരത്തെ പഞ്ചാരമണ്ണിൽ ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് പന്ത് തട്ടുകയാണ് കുട്ടികൾ. ഇവരിൽ പലരും നാളെയുടെ താരങ്ങളായി മാറേണ്ടവരാണ്. സ്കൂൾ ടീമുകളിൽ കളിക്കുന്നുണ്ട് ചിലർ. മറ്റു ചിലർ പ്രാദേശിക ക്ലബ്ബുകളുടെ കളിക്കാരാണ്. ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് ഇല്ലാത്ത പ്രദേശങ്ങൾ നിരവധി. എന്നാൽ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ആവേശത്തിൽ മാത്രം സമ്പന്നന്മാരാണിവർ. ലോകകപ്പ് എത്തുമ്പോൾ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ കളിയാരവങ്ങൾക്കൊപ്പമുണ്ടാകും നാളെയുടെ താരങ്ങൾ. ഇഷ്ട ടീമുകളിൽ ഭൂരിപക്ഷം അർജന്റീനയും ബ്രസീലും തന്നെ. ഏതാണ് ഇഷ്ട ടീം? രാവേറെ കളികൾ നീളുന്നതാണ് ഒരു പ്രശ്നം. പിറ്റേ ദിവസം സ്കൂളിൽ പോകണം. ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയാൽ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒന്നും സമാധാനം പറയില്ലല്ലോ. മഴയുള്ളപ്പോൾ അവധി പ്രഖ്യാപിക്കും പോലെ കളിയുള്ളപ്പോൾ അവധി നൽകാനാകുമോ എന്ന് കളക്ടർക്ക് ഒരു കത്തയച്ചാലോ എന്ന ആലോചനയിലാണ് ചില വിരുദ്ധന്മാർ. ക്യാമറമാൻ റോയ്ക്കൊപ്പം KB ലിബീഷ്, TCV. ഫുട്ബോൾ ഇതിഹാസങ്ങളായ പെലെയുടെ ജേഴ്സിയും ഡീഗോ മറഡോണ ഒപ്പിട്ട പന്തും തൃശൂരിലുണ്ട്. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലാണ് ഇവ രണ്ടും നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പങ്കുവച്ച് തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ വിദ്യാർത്ഥികളും ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും എല്ലാം ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് ആവേശം പങ്കുവച്ചത്. ഇന്ന് വിദ്യാലയത്തിൽ പ്രിൻസിപ്പൽ അബീപോൾ വരുന്നുണ്ട്. ഇന്ന് വിദ്യാലയത്തിൽ ഒരു കുട്ടിയും യൂണിഫോം അണിഞ്ഞു വരേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള ടീമിന്റെ ജേഴ്സി അണിഞ്ഞു വരാം. അതെ, ഇന്നത്തെ ദിവസം യൂണിഫോമിന് നമ്മൾ അവധി നൽകിയിരിക്കുകയാണ്.
ഇന്ന് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തിന് യൂണിഫോം ഇട്ട് വരാൻ വേണ്ടി എല്ലാവരും തികഞ്ഞ ആവേശത്തിലാണ്. ഒപ്പം തന്നെ ഈ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ ഒരു പന്ത് നേരത്തെ കാണുകയുണ്ടായി. ആ പന്തിന് മാത്രമല്ല ഈ ജേഴ്സിക്കും പ്രത്യേകതയുണ്ട്. ആ ജേഴ്സിയുടെ പ്രത്യേകത ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു. 2017 കാൽക്കട്ടയിലെ പ്രൈവറ്റ് സന്ദർശനത്തിന് വന്നതാണ് പെലെ. അപ്പോൾ നമ്മുടെ ബിഷപ്പ്, നമ്മുടെ സഭയുടെ അന്നത്തെ ബിഷപ്പായിരുന്ന യോഹന്നാൻ ജോസഫ് എപ്പിസ്കോപ്പ അവിടെ പോവുകയും അതിൽ ഗസ്റ്റായിട്ടും പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു സ്കൂളിന് വേണ്ടി ഒരു ജേഴ്സി ചോദിച്ചോളട്ടാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് പാർക്കിൻസൺ സിൻഡ്രോമാണ്, എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികൾ ചോദിച്ചല്ലേ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒരു കൈയിന് മുകളിൽ ഒരു കൈ പിടിച്ച് എഴുതിയ ഒരു ടീഷർട്ട് കുട്ടികൾക്ക് ജേഴ്സിയാണ് ഇവിടെ കാണുന്നത്. ഒപ്പം തന്നെ ഈ പന്തിനുമുള്ളൊരു പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുക്കും. ഈ പന്ത് എന്ന് പറയുന്നത് 2012 നമുക്ക് മറഡോണ കണ്ണൂർ വന്നപ്പോൾ നമുക്ക് ഒപ്പിട്ട് തന്നതാണ്. അപ്പോൾ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് ബോബി ചെമ്മണ്ണൂർ ഞങ്ങളെ ക്ഷണിച്ചു, ഞങ്ങളതിൽ പങ്കെടുത്തു. ഡീഗോ എന്ന് എഴുതിയിട്ടുള്ള ആ പന്തും എവിടെ? അത് കാൽഡിയൻ സിറിയൻ സ്കൂളിന്റെ മാത്രം സ്വന്തം അഭിമാനം, ഒരു സ്വകാര്യ അഹങ്കാരവുമല്ലേ? എന്തായാലും എല്ലാവരും ലോകകപ്പ് ആവേശത്തിൽ കാത്തിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം. കാൽഡിയൻ സിറിയൻ സ്കൂളിലെ കുട്ടികളെ പോലെ തന്നെ ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആ ലോകകപ്പ് പന്തുരുളാൻ ആവേശപൂർവ്വം കാത്തിരിക്കുമ്പോൾ TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇഷ്ടപ്പെട്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞ 48 രാജ്യങ്ങളുടെ പതാകയുമേന്തി ലോകകപ്പ് ആവേശം വാനോളം ഉയർത്തി 600ഓളം കുരുന്നുകളുടെ വിളംബര റാലി. അന്തിക്കാട് KGM LP സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ റാലി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CB പാപ്പച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പിന്റെ ആവേശം കുട്ടികളിലേക്കും പൊതുസമൂഹത്തിലേക്കും പകരുന്നതിനായാണ് അന്തിക്കാട് KGM LP സ്കൂളിൽ ലോകകപ്പ് വിളംബര റാലി സംഘടിപ്പിച്ചത്. കുട്ടികൾ ഇഷ്ടപ്പെട്ട രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞാണ് റാലിക്കെത്തിയത്. മുഖത്ത് ചായം തേച്ചും ഫുട്ബോളും ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങളും കയ്യിലേന്തി ഗാനത്തിനൊപ്പം നൃത്തം വെച്ചും കുട്ടികൾ ലോകകപ്പ് ആവേശം നെഞ്ചേറ്റി. റാലിയിൽ ബ്രസീൽ, അർജന്റീന, സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പാറിപ്പറന്നു. മെസ്സി, റൊണാൾഡോ, നെയ്മർ, ലമിൻ യമാൽ തുടങ്ങിയ ലോകപ്രശസ്ത താരങ്ങളുടെ ജേഴ്സികൾ ധരിച്ച കുട്ടികൾ ഫുട്ബോൾ ആവേശത്താൽ മതിമറന്നു. വേൾഡ് കപ്പിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര റാലി വളരെ വിജയമാക്കി തീർക്കാനായിട്ട് രക്ഷിതാക്കളും കുട്ടികളും PTA-ക്കാരും അധ്യാപകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കണ്ടത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CB പാപ്പച്ചൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ്മാസ്റ്റർ ജോഷി D കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് ലിയോ P ജോർജ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെടും. വരുമാനം, പ്രായം എന്നിവ കണക്കാക്കാതെ എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും.
ട്രാൻസ്ജെൻഡേഴ്സിനും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഈ പദ്ധതിക്ക് മാസം 65 മുതൽ 70 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാരിന് വരും. ഒരു വർഷം 800 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് KSRTCക്ക് വരികയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനായി സർക്കാർ ഈ പണം കോർപ്പറേഷൻ അനുവദിക്കും. നിലവിൽ ശമ്പളം, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കായി സർക്കാർ ഇപ്പോൾ തന്നെ 1500 കോടി രൂപ നൽകുന്നുണ്ട്. KSRTCയോട് 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. KSRTC മാനേജ്മെന്റ് ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം നൽകാൻ തീരുമാനിച്ചത്. ഇത് വിലയിരുത്തിയ ശേഷം മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ് മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസുകൾ പൂർണ്ണമായി നിലയ്ക്കുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി വ്യാഴാഴ്ച തൃശൂരിൽ ബസ് ഉടമകളുടെ യോഗം ചേരുമെന്നും T. ഗോപിനാഥൻ അറിയിച്ചു. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്തു തന്നെ ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ്. മഴക്കാലത്ത് കാണാറുള്ള സാധാരണ വൈറൽ പനി കേസുകളാണ് ഭൂരിഭാഗവും. സംസ്ഥാനത്താകെ ഈ മാസം 72,328 പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധതരം ഇൻഫ്ലുവൻസ വൈറസുകളാണ് പകർച്ചപ്പനിക്ക് കാരണമാകുന്നത്. വായുവിലൂടെ പകരുന്നതിനാൽ ഇവ എളുപ്പം വ്യാപിക്കുന്നു. അഡിനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് എന്നിവയും രോഗകാരിയാവാം. കുട്ടികളിലും പനി വ്യാപകമാണ്. സാധാരണ വൈറൽ പനിക്ക് പുറമെ ഡെങ്കിപ്പനി എല്ലാ ജില്ലകളിലും ആശങ്ക ഉയർത്തുന്നുണ്ട്. ക്യൂലെക്സ് കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ പനി എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തു. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഷിഗല്ല ബാധയും കൂടിയിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A മൂലമുള്ള മഞ്ഞപ്പിത്തവും വ്യാപകം. പലതരം പനികൾ വ്യാപകമായിട്ടുള്ളതിനാൽ സ്വയം ചികിത്സ നടത്തരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തി ശരിയായ ചികിത്സ നടത്തണമെന്നും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് TCV. കേരള വിഷൻ കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ വെട്ടിനശിപ്പിച്ചു. തൃശൂർ കുറുപ്പം റോഡിലെ കേരള വിഷൻ ഡിജിറ്റൽ, ബ്രോഡ്ബാൻഡ്, പോലീസ് സുരക്ഷാ ക്യാമറ, സർക്കാർ ബാങ്കിംഗ് മേഖലയിലേക്കുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേബിളുകളാണ് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വ്യാപകമായി വെട്ടിനശിപ്പിച്ചത്. കേബിളുകൾ വെട്ടിനശിപ്പിച്ചതോടെ 4 ലക്ഷത്തോളം ഉപഭോക്താക്കളെ കാര്യമായി ബാധിച്ചു. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. സാധാരണഗതിയിൽ അധികൃതർ അറിയിപ്പുകൾ നൽകാറുണ്ടെങ്കിലും ഇത്തവണ യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് വൈദ്യുതി പോസ്റ്റിലൂടെ വലിച്ചിരുന്ന കേബിളുകൾ വെട്ടിനശിപ്പിച്ചത്. ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി വന്നപ്പോഴാണ് കേബിളുകൾ നശിപ്പിക്കപ്പെട്ട വിവരം കേരള വിഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയിൽ ബ്രോഡ്ബാൻഡ് കേബിളുകൾ വെട്ടിമുറിക്കപ്പെട്ട സംഭവത്തിൽ COA ജില്ലാ കമ്മിറ്റി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടർന്നു വരികയാണ്. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിലാണ്. ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും കിണറുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഇതുമൂലം കുടിവെള്ളത്തിനും പ്രാഥമികാവശ്യത്തിനും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇവർക്ക് സഞ്ചരിക്കാനുള്ള ഏക ആശ്രയമായ സീവാൾ റോഡും ഏത് നിമിഷവും തകരുമെന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം കടലേറ്റം രൂക്ഷമായപ്പോൾ സംരക്ഷണ ഭിത്തിക്കായി 4 ലക്ഷം അനുവദിച്ചതായി പറഞ്ഞിരുന്നു എങ്കിലും ഒരു വർഷമായിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന സമീപവാസികളായ സാലിഹ് പണ്ടാരത്തിൽ, വടക്കൻ മോഹനൻ, പണിക്കുവീട്ടിൽ സുലൈമാൻ, ഗഫൂർ പണിക്കുവീട്ടിൽ, മുഹമ്മദ് പണിക്കുവീട്ടിൽ എന്നിവർ പറഞ്ഞു. ഈ തീരദേശത്തിൻ്റെ അവഗണന കൊല്ലങ്ങളായിട്ടുള്ളതാണ്. ഏകദേശം 10-15 വർഷമായിട്ട് കടൽക്ഷോഭം ഇവിടെ ശക്തമായിട്ട് നിലകൊള്ളാണ്.
അതിന് അധികാരികൾ ഇതുവരെ ഒരു കാര്യമായ ഒരു സംരക്ഷണം ഇവിടെ നൽകിയിട്ടില്ല. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കടൽക്ഷോഭം കാരണം ഞങ്ങളുടെ തീരദേശത്തുള്ള ഒരു 100-200 വീടുകളുണ്ട്. ഈ വീടുകളിൽ ഉപ്പുവെള്ളത്തിൻ്റെ ശല്യം വളരെ ഇതിലെടുത്തിട്ടുണ്ട്. കുളിക്കാനോ കുടിക്കുവാനോ ഒന്നിനും വെള്ളത്തിന് പോലും ഇവിടെ സൗകര്യമില്ല. ഇപ്പോൾ ഈ തീരദേശത്ത് ഇപ്പോൾ ഈ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 1 കിലോമീറ്റർ കടൽ ഈ വർഷം കടലിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ തീരദേശവാസികളുടെ സഞ്ചാരയോഗ്യമായ ഈ റോഡ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ 200 വീടോളം ഒറ്റപ്പെട്ടു പോകും. അവിടെ വയസ്സായവരുണ്ട്, രോഗികളായ കിടപ്പ് രോഗികളുണ്ട്. ഇവരൊക്കെ കൊണ്ടുപോകാൻ ഒരു സംരക്ഷണം ഇവിടെ ഉണ്ടാവില്ല. വണ്ടി വരെ എത്താൻ പറ്റില്ല. തൃശൂർ കോർപ്പറേഷന്റെ ഒളരിക്കരയിലെ അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിനും സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിനും വീണ്ടും തകർച്ചാ ഭീഷണി. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്. കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലിയ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. പല സർക്കാർ സംവിധാനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളിലും അത് നമ്മൾ കാണാറുമുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അമ്പാടിക്കുളത്തിന് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അമ്പാടിക്കുളം നവീകരിച്ചതിൻ്റെ ഭാഗമായി അമ്പാടിക്കുളത്തിന് തൊട്ട് ചേർന്നാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ 2 നില ബിൽഡിംഗ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ആ അമ്പാടിക്കുളം നവീകരിച്ചതിൻ്റെ ചുമർ ഇടിഞ്ഞ് കുളത്തിലേക്ക് വീഴുകയും ആ 2 നില കെട്ടിടത്തിന് ഇപ്പോൾ അതും തകർച്ചാ ഭീഷണി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവം മാത്രമല്ല. ഇത് മാത്രമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് നമ്മുടെ കൂടെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം മുമ്പ്, കൃത്യം 2 വർഷം മുമ്പ് ഈ അമ്പാടിക്കുളം നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് 50 ലക്ഷത്തിൽ പരം രൂപയാണ് നിർമ്മാണം തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അഴിമതി ആരോപിച്ച് അന്ന് മതിലും അതുപോലെ തന്നെ വിരിച്ച ടൈലും ഒരുപാട് ഒലിച്ചു പോയിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത്? അമ്പാടിക്കുളം നവീകരണം കഴിഞ്ഞ ഭരണസമരകാലത്ത്, ഇടതുപക്ഷ ഭരണസമരകാലത്തുണ്ടായ വലിയൊരു പ്രൊജക്റ്റായിരുന്നു. അത് കുളം നവീകരണം പൂർത്തീകരിക്കപ്പെട്ട് ഏതാണ്ട് 1.5 വർഷക്കാലം മുമ്പ് കുളത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തന്നെ കുളത്തിലേക്ക് തന്നെ ഒലിച്ചുപോയി. അതായത് ടൈലിട്ട ഭാഗവും കൈവരിയൊക്കെ തന്നെ ഈ കാർ പാർക്ക് ചെയ്യുന്ന ഈ പ്രദേശം പൂർണ്ണമായിരിക്കും ഒലിച്ചു പോകുകയായിരുന്നു. അടിസ്ഥാനപരമായി ഒരു സാധാരണക്കാരന് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇത്ര വലിയൊരു കുളത്തിനെ ചുറ്റുമതിൽ കെട്ടുമ്പോൾ ബെൽറ്റ് ഇടുക എന്നത്, നമ്മുടെ നാട്ടുപുറത്ത് വീടുകളിൽ പോലും ബെൽറ്റ് ഇടുക എന്നൊരു സംവിധാനമുണ്ട്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ തകർന്നു, വീണ്ടും തകർച്ച തുടരുകയാണ്. അത് മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ വാക്സിൻ എടുക്കാൻ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ്. എന്ത് ധൈര്യത്തിലാണ് അവർ അവിടേക്ക് കടന്നു വരിക? ഞാൻ പറഞ്ഞുള്ളൂ, 1.5 വർഷം ഒരു സൈഡ് പൂർണ്ണമായി കുളത്തിലേക്ക് ഒലിച്ചു പോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് കുളത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർണ്ണമായി കുളത്തേക്ക് ഒലിച്ചു പോവുകയുണ്ടായി. ഇന്നലെ 3ാമത്തെ ഒരു പോർഷൻ, അതായത് നമ്മുടെ സോണൽ ഓഫീസിനോട് ചേർന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന 3ാമത്തെ പോർഷൻ കൂടി ഇന്നലെ കുളത്തിലേക്ക് ഇതുമായി അന്ന് തന്നെ പരാതി കൃത്യമായി തന്നെ നൽകിയിരുന്നതാണ്. ആ പരാതി റിപ്പോർട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 3 ദിവസക്കാലം മുമ്പാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് തുടർച്ചയാവുകയാണ്. ഇത് ഇത്തരം കരാറുകാരെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കരാറുകാർക്ക് ഇതിന് ബെൽറ്റ് പോലും ഇല്ലാതെ പണിയുന്ന എഞ്ചിനീയർമാരുടെ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു മേൽനോട്ടം വേണമല്ലോ. ഇതിൽ കരാറുകാരൻ്റെ വീഴ്ച എന്നോടൊപ്പം തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അന്നേ തന്നെ 1.5 വർഷക്കാലം മുമ്പ് ഞാൻ ഉന്നയിച്ച ആരോപണം തന്നെയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പൊതുമരാമത്ത് വിങ് ആ ജനല തുറന്നാൽ കാണുന്ന സ്ഥലത്താണ് ഈ കാണുന്ന കുളം പണിതിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായും പൊതുമരാമത്ത് വിഭാഗത്തിന് വീഴ്ച പറ്റി എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം കൺമുമ്പിൽ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം ഓരോ മഴ പെയ്യുമ്പോഴും ഓരോ വർഷവും ഓരോ ഭാഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നു. വലിയ ആളപായം ഉണ്ടാകാത്ത ഒഴിച്ചാൽ വലിയ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ കേന്ദ്രം ഒരു ഭാഗം നമ്മളിപ്പോൾ ആ വഴി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇന്നലെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും നമ്മളെല്ലാവരും ഇവിടെ കൗൺസിലർമാർക്ക് സ്ഥലം പരിശോധിച്ചു. ഇന്ന് കാലത്ത് പോലെ തന്നെ അടിയന്തരമായി അതിനെ ബലപ്പെടുത്തൽ പ്രവർത്തനം നടത്തും. അതെ, ഇത് കോർപ്പറേഷൻ നഷ്ടമുണ്ടാക്കിയാണ്. ഒരു കരാറുകാരന് പ്രവർത്തി നൽകി പൊതുമരാമത്ത് വിഭാഗവും കരാറുകാർ ശ്രദ്ധിക്കേണ്ട പ്രവർത്തനം ഇവിടെ അവതാളത്തിലാകുമ്പോൾ വീണ്ടും ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ കോർപ്പറേഷൻ സാമ്പത്തിക നഷ്ടം വരികയാണ്. ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഈ വിഷയം ഒരു അജണ്ടയായി തന്നെ കോർപ്പറേഷൻ്റെ കൗൺസിലേക്ക് കൊണ്ടുവരും. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് കോർപ്പറേഷൻ്റെ പണം, പൊതുജനങ്ങളുടെ പണം ഇത്തരത്തിൽ ഓരോ മഴ പെയ്യുമ്പോഴും കുളത്തിലേക്ക് തന്നെ ഒലിച്ചു പോകുന്നത് ഈ പൊതുജനങ്ങളുടെ പണമാണ്. കരാറുകാരൻ്റെ വീഴ്ച മാത്രമല്ല, ഇതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥരെയും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ മേൽനോട്ടം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അമ്പാടിക്കുളത്തിന് സമീപം നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. പുരാണ കഥകളിൽ കേന്ദ്രീകരിച്ചിരുന്ന തമിഴ് സിനിമയെ ജീവിതഗന്ധിയായ കഥകളിലൂടെ ജനകീയമാക്കിയ സംവിധായകനാണ് വിടവാങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ശ്വാസതടസ്സവും മൂലം ചികിത്സയിലായിരുന്നു. 16-ാം വയതിനിലെ മുതൽ മര്യാദ വരെയുള്ള സിനിമകളിലൂടെ തമിഴ് സിനിമയിൽ മാറ്റത്തിന്റെ പ്രതിഭാസ്പർശം നൽകി ഭാരതി രാജ. നിന്നുയിർ തോഴൻ, കൊടി പറക്കുത്, നാടോടി തെன்றൽ, വേദം പുതിതു, ഒരു കൈതിയിൽ ഡയറി, കാതൽ ഓവിയം, ആരാധന, മൺവാദനൈ, അലകൾ ഓയ്വതില്ലേ, കടലോര കവിതകൾ, നിഴൽകൾ, ചികപ്പ് റോജാക്കൾ, കിഴക്കേ പോകും റയിൽ തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. 4 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിനിടയിൽ 6 തവണ ദേശീയ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കഥയും കഥാപാത്രങ്ങളും മാറുമ്പോഴും ഭാരതി രാജയുടെ ചിത്രങ്ങൾ തമിഴ്നാടിൻ്റെ ഗ്രാമീണ ചാരുത ഉൾച്ചേരുന്നതായിരുന്നു. സൂപ്പർ ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ തമിഴിൽ തീർത്ത അദ്ദേഹത്തെ 2004-ൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. സംവിധായകനായും തിരക്കഥാകൃത്തായും തിളങ്ങിയ അദ്ദേഹം അഭിനയത്തിലും കയ്യൊപ്പിട്ടു. ധനുഷ് നായകനായ തിരുച്ചിത്രമ്പലത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയം ശ്രദ്ധേയമായിരുന്നു. அப்போ இந்த 6 மாதத்தில் 2 பொண்ணை பார்த்து பிடிச்சி புரிஞ்சு ஒரே வேவல் வெள்ளத்தில் ட்ராவல் ஆகி லைஃப்பை ஷேர் பண்ணிக்கிற அளவுக்கு எல்லாம் ஆயிடுச்சு. ஒரு பொண்ணு அழகாக இருந்துட்டா போதும், அவளுக்கு பிடிக்கிற மாதிரி நம்மளை மாற்றிக்கிட்டு அவளுக்கு பிடிக்கிறது நமக்கும் பிடிக்கும்னு நம்பிக்கிட்டு அவ கிடைச்சா போதும்னு போகிற போக்கில் போய் அதான் லவ்னு நினச்சிக்க வேண்டியது. அதனால தான் லவ்வும் கல்யாணமும் பாதியிலேயே பிச்சுக்கிட்டு போயிடுது. അത് ഹാർമോൺ ചേഞ്ച്. മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമയിൽ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിലും ഭാരതി രാജ അഭിനയിച്ചിരുന്നു. TCV തൃശൂർ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം സുഗമമാക്കുക വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ലക്ഷ്യം. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാൻ വിലക്കുണ്ട്. കർശന പരിശോധനയുണ്ടാകുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. അതേസമയം 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗ് അനുവദിക്കില്ല. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇതര സംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. MG സർവകലാശാലയിലെ VC നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുൻ മന്ത്രി ആർ ബിന്ദു. മുഖ്യമന്ത്രി പറഞ്ഞത് അടിസ്ഥാനരഹിതം. പുതിയ സർക്കാർ വന്നിട്ട് 1 മാസം പിന്നിട്ടു. ഇപ്പോൾ നടക്കുന്ന നോമിനേഷൻ കഴിഞ്ഞ സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. ചാൻസലർക്ക് നിർബാധം കാവ്യവൽക്കരണം തുടരാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ചാൻസലർ തുടക്കം കുറിച്ച കാവ്യവൽക്കരണ പദ്ധതി മുടക്കമില്ലാതെ മുന്നോട്ടു പോകുമെന്നാണ് കാണാനാവുക. ഗവർണറുടെ നിർദ്ദേശമാണ് നോമിനേഷനായി വന്നത്. അതിൽ എതിർപ്പ് രേഖപ്പെടുത്താതിരിക്കുന്നത് ഉത്കണ്ഠാജനകമാണെന്നും മുൻമന്ത്രി ആർ ബിന്ദു പറഞ്ഞു.
യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ലേബർ ഓഫീസ് ഉപരോധത്തിനിടെയുണ്ടായ പോലീസ് ബലപ്രയോഗത്തിൽ പ്രതിഷേധിച്ച് UNA ജില്ലയിൽ സൂചനാ പണിമുടക്ക് നടത്തി. ജില്ലയിലെ ആശുപത്രികളിൽ അവശ്യ സേവനങ്ങൾക്കുള്ള നഴ്സുമാരൊഴികെയുള്ള UNA അംഗങ്ങളെല്ലാവരും പണിമുടക്കിൽ പങ്കെടുത്തു. പണിമുടക്കിയ UNA അംഗങ്ങളായ നഴ്സുമാർ കളക്ടറേറ്റിന്റെ മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ്, ജില്ലാ സെക്രട്ടറി ലിജോ കുര്യൻ, സംസ്ഥാന സമിതി അംഗം നിതിൻ മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അനിശ്ചിതകാല സമരം തുടരുന്ന ജൂബിലി, അമല മെഡിക്കൽ കോളേജുകളിലെ നഴ്സുമാർ ശമ്പള ആനുകൂല്യ വർധനയും തൊഴിൽ വകുപ്പിന്റെ അടിയന്തര ഇടപെടലും ആവശ്യപ്പെട്ടായിരുന്നു UNAയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ജില്ലാ ലേബർ ഓഫീസ് ഉപരോധിച്ചത്. ഒളരി പുതൂർക്കര റോഡിലെ കാടുപിടിച്ചു കിടന്ന കാനകൾ വൃത്തിയാക്കിയെങ്കിലും പക്ഷേ ശുചീകരണം കണ്ണിൽ പൊടിയിടാൻ മാത്രമായി മാറി. കാനയിലെ വേസ്റ്റുകൾ റോഡിലും കാനയിലും തന്നെ. ഒളരി പുതൂർക്കര റോഡിലെ കാനകൾ സ്ലാബിട്ട് മൂടി ഫുട്പാത്ത് സൗകര്യമുണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒളരി ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള പുതൂർക്കര റോഡിൽ കാനകൾ കാട് പിടിച്ചു കിടക്കുന്നതും റോഡിൽ കാൽനടയാത്രക്കാർക്ക് സുഗമമായി നടക്കാൻ പറ്റുന്നില്ലെന്നും TCV വാർത്ത നൽകിയിരുന്നു. പിറ്റേ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികൾ കാനയിലെ പുല്ലുകൾ വെട്ടി നീക്കിയെങ്കിലും പുല്ലും ചണ്ടികളും എല്ലാം കാനയിലും റോഡിലുമായി കിടക്കുകയാണ്. ഇത് കാൽനടയാത്രികർക്ക് ദുരിതമായും മാറി. ഇതിൽ ചവിട്ടി നടക്കേണ്ട ഗതികേടിലാണിപ്പോൾ കാൽനടയാത്രികർ. ഇതിനു പുറമെ ശക്തമായ മഴ പെയ്താൽ എല്ലാ മാലിന്യങ്ങളും വീണ്ടും കാനയിലേക്ക് തന്നെ വീഴും. ഇത് ഒഴുക്കിനെയും പ്രതികൂലമായി ബാധിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏത് സ്ഥലത്ത് പുല്ല് ചെത്തിക്കഴിഞ്ഞാലും വേസ്റ്റ് പരിസരത്ത് തന്നെ കൂട്ടിയിട്ട് പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിനൊരു പരിഹാരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും കാനകൾ സ്ലാബിട്ട് മൂടി കാൽനടയാത്രക്കാർക്ക് സുരക്ഷയോടെയും സുഗമമായും നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിൽ പുത്തൂരിൽ നിന്ന് MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. കല്ലുംകുന്ന് സ്വദേശി തോപ്പിൽ വീട്ടിൽ അഭിജിത്ത്, സുഹൃത്ത് അയ്യന്തോൾ സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ അഭിഷേക് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഭിജിത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 17.72 ഗ്രാം MDMAയും 18.48 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന 1 ലക്ഷം രൂപയും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ വായനശാല സ്റ്റോറീസ് എന്ന സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റും എഴുത്തുകാരനുമായ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ മാനവിക സമുദായമാക്കി മാറ്റിത്തീർത്ത ആധുനിക ജീവിതത്തിന്റെ സാംസ്കാരിക മുഖമായ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ സംവാദങ്ങളുടെ പൊതു ഇടമാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാംകുമാർ നമ്പിയാത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സാംസ്കാരിക പ്രവർത്തകരായ ഡോക്ടർ KC പ്രകാശൻ, NK മഞ്ജു, നന്ദകുമാർ ആലത്ത്, ഉണ്ണികൃഷ്ണൻ T അടാട്ട്, മോഹൻ പറത്തിൽ, M രഘുനന്ദനൻ, അപർണ ബാലകൃഷ്ണൻ, മാധവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുത്ത വായനശാലകളുമായി സഹകരിച്ചുകൊണ്ട് ലിറ്റററി ഫോറം സംഘടിപ്പിക്കുന്ന സാഹിത്യ സാംസ്കാരിക പരിപാടികളുടെ തുടക്കം കുറിക്കുന്ന ഈ പദ്ധതിയിൽ വായനശാലകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങൾ, സൗജന്യ പുസ്തക വിതരണം തുടങ്ങിയവയും നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 1.85 ഗ്രാം ഹാഷിഷ് ഓയിലും OCB പേപ്പറുകളുമായി യുവാവ് പിടിയിൽ. വടൂക്കര സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ അശ്വിനെയാണ് നെടുപുഴ പോലീസ് പിടികൂടിയത്. പ്രതിയുടെ വടൂക്കരയിലെ വീട്ടിൽ നിന്നുമാണ് ഹാഷിഷ് ഓയിലും OCB പേപ്പറുകളുമായി നെടുപുഴ പോലീസ് പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ A കിരൺ, സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിന്ധു, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, അഖിൽ, വിശാഖ് എന്നിവർ ഉണ്ടായിരുന്നു. നട്ടെല്ലിൽ കുത്തേറ്റ രോഗിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നട്ടെല്ലിൽ കുത്തേറ്റ നിലയിൽ 29 വയസ്സുള്ള യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചത്. 10 പേർ ചേർന്നുള്ള ആക്രമണത്തിലാണ് യുവാവിനെ കുത്തേറ്റത്. വിശദമായ പരിശോധനയിൽ മൂർച്ചയുള്ള ഉപകരണം സുഷുമ്ന നാഡിയോട് അടുത്തായി ആഴത്തിൽ കയറിയിരിക്കുന്നതായി കണ്ടെത്തി. ഉപകരണം അതീവ ശ്രദ്ധയോടെ നീക്കം ചെയ്യാതിരുന്നാൽ സുഷുമ്ന നാഡിക്ക് ഗുരുതരമായ പരിക്ക് സംഭവിക്കാനും രോഗിയുടെ 2 കാലുകളും ചലനശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. രോഗിയുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെയും സർജറി വിഭാഗത്തിൻ്റെയും ഡോക്ടർമാർ സംയുക്തമായി അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും സുഷുമ്ന നാഡിക്ക് യാതൊരു പരിക്കും സംഭവിക്കാതെ കുത്തിക്കയറിയിരിക്കുന്ന ഉപകരണം വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. സർജറി വിഭാഗത്തിലെ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരും ന്യൂറോ സർജറി വിഭാഗത്തിലെ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമുമാണ് ശസ്ത്രക്രിയ നടത്തിയത്. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിൽ ചിലർ ഓഫീസിൽ വെച്ച് മദ്യപിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 8 ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സി ഗാർഡുമാരായ VA വിപിൻ, VM ഹുസൈൻ, KB ഷിഹാബ്, PS ഫസൽ, ഹാർബർ ബേസ്ഡ് സി റെസ്ക്യൂ സ്ക്വാഡുമാരായ KA അജിത്ത്, VA സിജീഷ്, TN റഫീഖ്, PK നിഖിൽ എന്നിവരെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാള അണ്ണല്ലൂരിൽ അംഗപരിമിതൻ ഉൾപ്പെടെ 3 പേരെ തെരുവുനായ കടിച്ചു. അംഗപരിമിതനായ ഇളംകുറ്റിയിൽ വേലായുധൻ, മാപ്രാമ്പിള്ളി വീട്ടിൽ ചന്ദ്രൻ, വെള്ളരിക്കൽ വീട്ടിൽ പ്രസീത എന്നിവരെയാണ് ബുധനാഴ്ച രാവിലെ തെരുവുനായ ആക്രമിച്ചത്. വേലായുധൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു 2 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. 1 വർഷം മുൻപ് അപകടത്തിൽ പരിക്കേറ്റ വേലായുധൻ നടക്കാൻ കഴിയാതെ ഇരുന്ന് നിരങ്ങി സഞ്ചരിക്കുന്നയാളാണ്. കർഷക തൊഴിലാളിയായ ചന്ദ്രനെ കൃഷിയിടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ഈ നായ വേലായുധനെയും പ്രസീതയെയും കടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ തീവ്രമഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വ്യാഴാഴ്ച തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വടക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്കും അതിൻ്റെ സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുന്നത്. ഞായറാഴ്ച വരെ തീവ്രവും ശക്തവുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,645 രൂപ, പവന് 1,09,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇനി കാൽപന്തോളം. ഫിഫ ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനൊരുങ്ങി ആരാധകർ. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തിങ്കളാഴ്ച മുതൽ. പ്രായവും വരുമാനവും ബാധകമല്ല. ട്രാൻസ്ജെൻഡറുകൾക്കും യാത്ര സൗജന്യം. കടുത്ത അമർഷത്തിൽ സ്വകാര്യ ബസ്സുടമകൾ. ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പനി ബാധിതരുള്ളത് തൃശൂർ, മലപ്പുറം ജില്ലകളിൽ. കേരള വിഷൻ കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ മുന്നറിയിപ്പില്ലാതെ മുറിച്ചു നീക്കി. തൃശൂർ കുറുപ്പം റോഡിലെ കേബിളുകളാണ് മുറിച്ചു നീക്കിയത്. വാടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിൽ. തൃശൂർ കോർപ്പറേഷന്റെ ഒളരിക്കരയിലെ അമ്പാടിക്കുളത്തിന്റെ ചുറ്റുമതിലിനും സമീപത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിനും വീണ്ടും തകർച്ചാ ഭീഷണി. കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.